കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളില് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ വീഴ്ച സമ്മതിച്ച് കെ.എസ്.ഇ.ബി. 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ജെ ജീവനെടുത്ത അപകടത്തിൽ സ്കൂൾ അധികൃതർക്കും കെ.എസ്.ഇ.ബിക്കും വീഴ്ച പറ്റി. ലൈൻ മാറ്റാൻ 2 ദിവസം മുൻപ് കെ.എസ്.ഇ.ബി. ഉദ്യോഗസ്ഥർ സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നതായും വൈദ്യുതി മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിൻ ജയിൽ മോചിതയായി. ഷെറിന് ശിക്ഷ ഇളവ് നൽകി ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയിരുന്നു. പരോളിലായിരുന്ന ഷെറിൻ ഇന്ന് 4 മണിയോടെയാണ് കണ്ണൂർ വനിതാ ജയിലിലെത്തി നടപടികൾ പൂർത്തീകരിച്ച് പുറത്തിറങ്ങിയത്. കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിൽ ഇന്നു മുതൽ ജൂലൈ 20 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം അതിതീവ്ര മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും കനത്ത മഴയ്ക്ക് സാധ്യത. ആചാരപരമായും ചരിത്രപരമായും ഏറെ പ്രത്യേകതയുള്ള ആറന്മുള വള്ളസദ്യ കഴിക്കാന് ആഗ്രഹിക്കുന്ന ഭക്തർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ആറന്മുള ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ തയ്യാറാക്കിയ പ്രത്യേക കൗണ്ടറിൽ നേരിട്ടെത്തിയോ ഫോൺ വഴിയോ വള്ളസദ്യയ്ക്കുള്ള കൂപ്പണുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. വള്ളസദ്യ കഴിക്കാന് ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ഏറെ സഹായകരമാകുന്ന തീരുമാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിരിക്കുന്നത്. നിലവിലെ ഞായറാഴ്ച ദിവസത്തെ വള്ളസദ്യയാണ് മുൻകൂട്ടി ബുക്ക് ചെയ്തു കഴിക്കാൻ സാധിക്കുക. ഒരാൾക്ക് 250 രൂപയാണ് വള്ളസദ്യ മുൻകൂട്ടി ബുക്ക് ചെയ്തതിനായുള്ള നിരക്ക്. നിമിഷപ്രിയ കേസില് വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുമായി തലാലിന്റെ സഹോദരന്. നിമിഷപ്രിയയെ ചൂഷണം ചെയ്യുകയോ പാസ്പോർട്ട് തടഞ്ഞുവെക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ത്യൻ മാധ്യമങ്ങൾ അപവാദം പ്രചരിപ്പിക്കുന്നു, കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്നു, കുറ്റവാളിയെ ഇരയായി ചിത്രീകരിക്കുകയാണ് ഇന്ത്യൻ മാധ്യമങ്ങളെന്നും തലാലിന്റെ സഹോദരന് കുറ്റപ്പെടുത്തി. ഒരുവിധത്തിലും വധശിക്ഷയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് രാവിലെ ഇട്ട പോസ്റ്റിലും സഹോദരന് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് വൈകിട്ട് വീണ്ടും പോസ്റ്റിട്ടത്. 2025 ഓഗസ്റ്റ് 2, 3 തീയതികളിലെ തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള ഫിലിം പോളിസി കോൺക്ലേവിന്റെ ലോഗോ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന് പ്രകാശനം ചെയ്തു. സ്വകാര്യ ബസ് സമരത്തിന്റെ പശ്ചാത്തലത്തിലെ ഉടമകളുമായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേശകുമാരൻ നടത്തിയ ചർച്ച പരാജയം. സമരവുമായി മുന്നോട്ടു പോകാന് ഭൂരിഭാഗം സംഘടനകളും തീരുമാനിച്ചു. ചർച്ചയ്ക്ക് പിന്നാലെ ബസ് ഓപ്പറേറ്റേഴ്സ് ഫോറം പണിമുടക്കിൽ നിന്നും പിന്മാറി. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണെങ്കിലും ഇതിനിടയിൽ അമേരിക്ക 10% അധിക തീരുവ ചുമത്തിയാല് പോലും ഇന്ത്യക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കാൻ ധാരാളം സാധ്യതകളുണ്ടെന്ന് SBI റിസർച്ചിന്റെ പുതിയ റിപ്പോർട്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങൾക്കെതിരെ 10% തീരുവ ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ പ്രതീക്ഷിച്ചത്ര വിജയകരമായില്ലെങ്കിലും അല്ലെങ്കിൽ 10% അധിക തീരുവ ചുമത്തിയാലും ഇന്ത്യക്ക് കയറ്റുമതി വൈവിധ്യവൽക്കരിക്കാൻ നിരവധി മാർഗങ്ങളുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 23 രാജ്യങ്ങൾക്ക് മേൽ US അടുത്തിടെ ഏർപ്പെടുത്തിയ തീരുവ വർധനവ് ആഗോള വ്യാപാരത്തിന്റെ ഗതി മാറ്റിയെന്ന് റിപ്പോർട്ട് എടുത്തു പറയുന്നു. പുതിയ തീരുവ സമ്പ്രദായം ഇന്ത്യയെ താരതമ്യേന കുറഞ്ഞ അളവിൽ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. അതിനാൽ രാസവസ്തുക്കള്, വസ്ത്രങ്ങള്, കാർഷിക ഉൽപ്പന്നങ്ങള്, സംസ്കരിച്ച ഭക്ഷണ സാധനങ്ങള് തുടങ്ങിയ പ്രധാന മേഖലകളില് അമേരിക്കയിലും ഏഷ്യൻ വിപണികളിലും വിപണി പിടിച്ചെടുക്കാൻ ഇന്ത്യക്ക് ഇപ്പോൾ നല്ല അവസരമുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.